സോളാർ സമരം ഉൾപ്പെടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ സിനിമയാകുന്നു. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ബാലചന്ദ്ര മേനോനാണ് ഉമ്മൻചാണ്ടിയുടെ വേഷത്തിൽ എത്തുക. നിവിൻ പോളി ഉൾപ്പെടെ പ്രധാന താരങ്ങളും ചിത്രത്തിൽ ഉണ്ടാകും. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനവും രചനയും നിർവഹിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം തിരുവനന്തപുരത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിവിൻ പോളിയെ നായകനാക്കി 2012-13 കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ഏടുകൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സിനിമ ചിത്രീകരിക്കുന്നത്. അന്ന് നടന്ന സെക്രട്ടേറിയറ്റ് വളയലും തുടർന്നുണ്ടായ രാഷ്ട്രീയ പല സംഭവങ്ങളുമെല്ലാം ഇതിൽ പ്രമേയമായി വരുന്നുണ്ടെങ്കിലും ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയായിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ നമ്മോട് പ്രതികരിച്ചത്. സിനിമ എന്ന് പറയുന്നത് ഫിക്ഷനാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തിലെ വ്യക്തിത്വങ്ങളുടെ പ്രതിനിധാനമൊന്നും ഈ സിനിമ ഉദ്ദേശിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഇന്റൻഷനുമില്ല, അങ്ങനെയും അല്ല ഈ സിനിമ. പക്ഷെ പെട്ടെന്ന് നമുക്കിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു രംഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുമ്പ് കേരളത്തിൽ നടന്നിട്ടുള്ള വിഷ്വൽസ് എന്റെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും അബോധമായും ബോധപൂർവ്വം ഒക്കെ നമുക്ക് കുറച്ച് സ്വാധീനം അതിനകത്ത് ഉണ്ടാവും. അത്രമാത്രം. 2013 സെക്രട്ടേറിയറ്റ് വളയലിന്റെ അതേ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന് ചുറ്റും ഏറ്റവും കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റുമാരെ ഒത്തുചേർത്തുകൊണ്ടുള്ള ഒരു ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥയും സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ ആൻ അഗസ്റ്റിൻ മറ്റ് പ്രമുഖ നടന്മാരും ഒത്തുചേരുന്നുണ്ട്. ക്യാമറമാൻ ബിബിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.